കൗമാര മനസ്സിലെ കിന്നാരങ്ങൾ. അപകടം 17-ാം വയസ്സിൽ. യൗവനത്തിന് മുൻപ്, യൗവനത്തിന് പിൻപ്, മധ്യവയസ്കരെ, ഇതിലെ തുടങ്ങിയ 75-ൽ പരം മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും നവദമ്പതികൾക്ക് മാർഗദീപമാകുന്ന ചില പുസ്തകങ്ങൾ ഞാൻ എൻ്റെ വിവാഹ സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. തരൂ. തനിക്കല്ലടോ കൈമാറ്റാൻ. എനിക്ക് വേണ്ട കർത്താവ്. എക്സ്ക്യൂസ് മീ. എന്താ രണ്ടുപേരും കൂടെ മാറി നിൽക്കുന്നത്? ഭക്ഷണം കഴിക്കണ്ടേ? അല്ല രേവതി, എന്താ ഒരു മൂഡൗട്ട്? ഒന്നുമില്ല. സത്യത്തിൽ പാർട്ടി എൻജോയ് ചെയ്യുന്നത് അശ്വതിയാ. ഗോപു വരുന്നു. ഇപ്പൊ വരാം. കണ്ടുപഠിക്ക്, അശ്വതിയെ കണ്ടുപഠിക്ക്. വാ. വീട്ടിലെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ? എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നേ. കുക്കിംഗ് പണ്ടേ എന്റെ ഹോബിയാ. ചെറുപ്പം മുതലേ അങ്ങനെയാ. കോളേജ് വിട്ടുവന്ന നേരെ കിച്ചണിലോട്ടാ. അശ്വതിക്ക് ചൈനീസ് ആണോ കോണ്ടിനെന്റലാണോ? എനിക്കൊരു അമേരിക്കൻ ചോർച്ചയായി. ഓ, ദാറ്റ്സ് നൈസ്. ഇവിടുത്തെ കാനഡിയൻ ഗുലാഷ് വളരെ പ്രസിദ്ധമാണ്. വൈ ഡോണ്ട് യു ട്രൈ ദാറ്റ്? യാ ഷുവർ. ഗോപനാണോ കാനഡിയൻ ഗുലാഷ്? നമുക്ക് പോയി രേവുവിനെ കൂടെ വിളിക്കാം. ജസ്റ്റ് മിനിറ്റ്. ഇപ്പൊ വരാവേ. രേവു, എന്താ രേവു ഇത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി എന്ന് വെച്ചാ എങ്ങനെയാ? എല്ലാരും ശ്രദ്ധിക്കുന്നു. വാ, വേഗം വന്നല്ലോ കഴിക്കുക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ കഴിക്കാൻ വിളിക്കായിരുന്നു. അവക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. വല്ല കപ്പയോ മീനോ ആയിരുന്നെങ്കിൽ. രേവതി കുഴപ്പമായെന്നാ തോന്നുന്നു. ശരി ശരി. എന്താ പ്രശ്നം? രേവതി നാട്ടുമ്പുറത്ത് വളർന്നല്ലേ, ഇങ്ങനെയൊക്കെ വരൂ. ബാലുസാറിന്റെ ഒരു ഗതികേടെ. സോ സാഡ്. മിസ്സസ് അന്ന ജോർജ്, നമ്മുടെ നാട്ടിൽ സിറ്റികളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങളാണ്. അതിന്റെ ഭംഗി നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതൊന്ന്. പിന്നെ ഈ ചുണ്ടിൽ ചായവും തേച്ച് കയ്യും കാലും ഇല്ലാത്ത ബ്ലൗസ് ഇട്ട് കാണുന്നാൽ പെണ്ണാവും ധരിക്കരുത്. ഓക്കെ, ബൈ. ബാലേട്ടാ, സങ്കല്പത്തിലെ ഭാര്യ കിട്ടാത്തതിൽ ദുഃഖമുണ്ടോ? പാർട്ടിയിൽ എല്ലാരും പറയുന്ന കേട്ടു ബാലേട്ടന് യോജിച്ച പെണ്ണല്ല ഞാനെന്ന്. ഇല്ല മോളെ, എന്റെ സങ്കല്പത്തെക്കാൾ ഉപരിയാണ് എന്റെ ദേവു. ബാലേട്ടൻ കൂടി കളിയാക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഒന്ന് ചിരിക്കാൻ ഒരു തമാശ, അതേ ഉദ്ദേശിച്ചുള്ളൂ. പണ്ടേ ഞാൻ ഇങ്ങനെയാ. ആരോടെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാ. അശ്വതിയാണെങ്കിൽ നേരെ മറിച്ച എല്ലാരോടും കയറി സ്മാർട്ടായിട്ട് പെരുമാറും. ഇനി ഞാനും അങ്ങനെ ആവാൻ ശ്രമിക്കാൻ ബാലേട്ടാ. വേണ്ട മോളെ, എന്റെ രേവുവിന് വേണ്ടാത്തൊന്നും എനിക്കും വേണ്ട. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ ജീവിച്ചതിന്റെ ഒരു താളപ്പിഴ ചിലപ്പോ എന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായേക്കാം. അതൊക്കെ എന്റെ മോളങ്ങ് ക്ഷമിച്ചേക്ക്. ക്ഷമ പറയാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എനിക്കിപ്പോ അറിയണം എന്റെ പെരുമാറ്റത്തിന് എന്തായിരുന്നു കുഴപ്പം. ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ് പെരുമാറ്റമല്ലേ. കല്യാണം കഴിഞ്ഞാൽ പെൺപിള്ളേർ കുറച്ചൊക്കെ ഒതുങ്ങണം. ആ അന്നാ ചോദിച്ചോളൂ, നീ എന്തൊക്കെയാ തട്ടിവിട്ടത്? അവളുടെ ഒരു ചൈനീസ് കോണ്ടിനെന്റൽ. നേരെ ചൊവ്വ ഒരു ചായ ഉണ്ടാക്കാൻ തനിക്കറിയോ? അതിപ്പോ അവിടെ പിടിച്ചു നിൽക്കാൻ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. അവർക്കും ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നേ. അവരൊരു നമ്പർ ഇട്ടപ്പോ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂ. നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണ്ടേ? ഒക്കെ കൊള്ളാം, പക്ഷെ കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു സംശയം. അയ്യോ എന്റെ ഗോപു, സംശയിക്കണ്ട. ഒട്ടും ഓവറല്ല. ഓവറാണെന്ന് തോന്നുന്നുണ്ടെന്നറിയോ? സമ്മതിക്കില്ല. ഗുഡ് നൈറ്റ്. ലൈറ്റ് അണിക്കട്ടെ? ഞാൻ ഓഫ് ചെയ്തോളാം. പാചക ക്ലാസ്സിൽ പോയി പാചകം പഠിച്ച എനിക്കും രേവുവിനെ പോലെ ഭക്ഷണം. ഒന്നുമില്ല. പിന്നെ നീ എന്താ പറഞ്ഞേ? അല്ല, പാചക ക്ലാസ്സിൽ പോയാലോ ഒന്ന്. ഇപ്പോഴോ? നാളെ എപ്പോഴെങ്കിലും. നാളത്തെ കാര്യം നാളെയല്ലേ, നീ ഒന്ന് ഉറങ്ങിക്കേ. മനുഷ്യന് സ്വയം സംസാരിക്കാനും മേലെ. ഭഗവാനെ രക്ഷിക്കണേ. Anna, my George, LA to your house.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനി പ്രോബ്ലം? ഇപ്പൊ തൽക്കാലം നോ പ്രോബ്ലം. പക്ഷെ ഡോക്ടറുടെ അടിക്കടിയുള്ള ഈ ചോദ്യമാണ് ബിഗ് പ്രോബ്ലം. ഐ സേ. എന്നാ പ്രോബ്ലംസ് ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോ എന്റെ പുസ്തകങ്ങൾ മനസ്സിരുത്തി വായിക്കൂ. എസ്പെഷ്യലി ഹാമർ ആൻഡ് ഹ്യൂമൻ മൈൻഡ്, കൊട്ടുപടിയും മനുഷ്യ മനസ്സും. ആൻ ഇൻട്രസ്റ്റിംഗ് ഫേസ്. അന്നമ്മ മേലേറ്റ് ഒഴിക്കുക. ഈ അടുത്ത് ചില പ്രോബ്ലംസ് ഉണ്ടായി. ആദ്യം ഇല്ല ഇല്ല എന്ന് പറഞ്ഞു, പിന്നെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ അഡ്വൈസിലാണ്. അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഈ മറുപടി. ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് വരട്ടെ. ഇതിങ്ങനെ ഒരു ജന്മം. അതെ, താൻ ആ പുസ്തകം ഒന്നും എടുത്ത് വായിക്കരുത്. മുഴുവൻ ഭ്രാന്ത് ഉറപ്പാ. അത് ശരിയാ. എന്നാ ശരി. മോളെ മോളെ. ആരാ? കൊള്ളാം കൊള്ളാം. രേവതി മോക്ക് നന്നായി ചേരും. ഒത്ത പൊക്കം, പൊക്കത്തിനൊത്ത തടി, തടിക്കൊത്ത നിറം. എനിക്കിഷ്ടപ്പെട്ടു. രേവതി മോടെ മനസ്സ് പോലെ തന്നെ കിട്ടി. ആരാ? മനസ്സിലായില്ല. പങ്കി വല്യമ്മ. നിങ്ങളായിരുന്നോ? എവിടെയായിരുന്നു അജ്ഞാതവാസം? എന്നാലും എന്റെ മക്കളെ, വീട്ടിൽ ചെന്നപ്പോഴാ അറിഞ്ഞത് ഇരട്ട കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന്. ഒരെഴുത്ത് എനിക്ക് അയച്ചില്ലല്ലോ. ഒരാഴ്ച മുമ്പേ ഞാൻ വന്ന് നിൽക്കത്തില്ലയോ? ഞാൻ ആരാന്ന് ചോദിക്കുകയായിരിക്കും നിന്റെ കെട്ടിയോൻ. ദാ ഈ കയ്യിലോട്ട് ആ രണ്ടെണ്ണത്തിനെയും പെറ്റിട്ടത്. ഒന്നിന് കരപ്പൻ, മറ്റേതിന് അഞ്ചാം പനി. ഒന്ന് പാലിന് കരയുമ്പം മറ്റേത് കളിപ്പാട്ടത്തിന് കരയും. രണ്ടെണ്ണത്തിനെ ഒരു പരുവമാക്കി എടുക്കാൻ പെട്ട പാട്. അതിന്റെ വിഷമം വല്ലതും ലക്ഷ്മിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? കേട്ടോ മോനെ, പണ്ടേ രേവതി പാവമാ. നല്ലോണം അവളെ നോക്കണേ. തള്ളേ, രേവതിയാണോ പാവം? അശ്വതി പാവല്ലേ? ഞാൻ അശ്വതിയാ. പങ്കിയമ്മോടുള്ള സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ മോൾ അശ്വതിയാണെന്ന്. കഴിക്കാൻ വല്ലതും ഉണ്ടോ മക്കളെ? വിശന്നിട്ട് കുടല് കരിയുന്നു. ഞാൻ വല്ലതും എടുത്ത് കഴിക്കട്ടെ. എന്താ ഇത്? അടുത്തകത്ത് വായിക്കേ. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ ഭാര്യ ഒരു മുൻകോപക്കാരിയാണ്. ആയിരിക്കാം. വളരെ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഊതി പെരിപ്പിച്ച് വലിയ വഴക്കിൽ കൊണ്ടെത്തിക്കുകയും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന ഭീഷണിയുമായി പിണങ്ങി പോവുകയും ചെയ്യുക അവളുടെ ഒരു ശീലമാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ തിരിച്ചു വരികയോ ഞാൻ തന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യാറാണ് പതിവ്. എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാനസിക രോഗമാണോ? പ്രിയ സഹോദര. എന്തോ തന്നെ അല്ലടോ എഴുത്. പ്രിയ സഹോദര, ഇവിടെ ചികിത്സ വേണ്ടത് ഭാര്യയ്ക്കല്ല, താങ്കൾക്കാണ്. കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം വേദനാപൂർവ്വം അറിയിക്കട്ടെ. താങ്കൾ ഒരു നട്ടല്ലില്ലാത്ത ഭർത്താവാണ്. മോളെ ഡെന്നെ. എന്തോ? ആ കർലാസിംഗ, ആ കർലാസിംഗരാൻ. രണ്ടും ഒരേ കൈപ്പടയാണല്ലോ. ഈ ചോദ്യം നീ എഴുതിയല്ലേ? അപ്പച്ചനെ ദാമ്പത്യം പഠിപ്പിക്കുന്നോടി. നിന്റെ മമ്മി 12ാമത്തെ പ്രാവശ്യമാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഒന്നിപ്പഴിച്ച 12. ഇനി വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. അവളി പടിവാതിലിടാൻ ഞാൻ അവളെ വെടിവെച്ചു കൊല്ലും. സാർ, എന്താ തനിക്ക് വെടിവെക്കണം? ഒന്ന് ക്ഷമിച്ചുകൂടി? ക്ഷമിക്കാൻ മനസ്സില്ല. ഞാൻ കല്ലായിപ്പോയി. എന്റെ മനസ്സ് കല്ലായതാണ്. അല്ല, ഇവിടെ മമ്മി ആക്കിയതാണ്. ഓടി, മമ്മി വരുന്നുണ്ട്. ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വരെ ഇരിക്കായിരുന്നോ? 1 മണിക്കൂറായി വിളിക്കുന്നു. ഇത് എവിടെയായിരുന്നു? പിന്നെ എപ്പോഴും ഇതിന്റെ ചോട്ടിൽ തന്നെ ഇരുന്നാ മതിയോ? വേറെ പണിയൊന്നുമില്ലേ? എന്താ കാര്യം? ഇന്ന് ഉച്ചയ്ക്ക് എന്റെ 1-2 ഫ്രണ്ട്സ് ഇവിടെ വരുന്നുണ്ടെന്ന്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വരണ്ടാന്ന് പോയി പറയണോ? അതല്ല ഗോപു, നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ടേ ഞാൻ അവർക്ക് ഇന്നിവിടെ ഊണുണ്ടാക്കി കൊടുക്കണോന്ന്. ആഹാ, ഇപ്പൊ അങ്ങനെയായോ സ്ഥിതി? ഒരു നല്ല ഭാര്യയ്ക്ക് ഒരു അത്യാവശ്യം വരുമ്പോ രക്ഷിക്കേണ്ടത് ഒരു നല്ല ഭർത്താവിന്റെ കടമയല്ലേ ഗോപു? എന്താ ഗോപു ഇത് മനസ്സിലാക്കാത്തത്? ആ ഓഫീസിന്റെ റൈറ്റ് സൈഡിലുള്ള ഹോട്ടലില്ലേ, നല്ല ചിക്കനും ചൈനീസ് ഫുഡും ഒക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് വാങ്ങി
തിരിച്ചു കൊടുത്തയക്കൂ ഗോപു, അല്ലെങ്കിൽ എന്റെ മാനം പോകും ഗോപു, പ്ലീസ്. വേണ്ട വേണ്ട, മാനമൊന്നും കളയണ്ട. ദേ ഉടനെ കൊടുത്തയച്ചേക്കാം. എന്തൊക്കെയാ വേണ്ടേ? ആ ആ ആ ശരി. സഹായം സഹോദര, താൻ ഈ ഐറ്റംസ് വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇതാ. അവിടുത്തെ കൽപ്പന പോലെ ഞാൻ ഈ അപ്പം അങ്ങയുടെ ഭവനത്തിലെത്തിക്കാം. എടോ, അപ്പം അല്ലോടോ ചിക്കൻ. കർത്താവിന്റെ മുമ്പിൽ അപ്പവും ചിക്കനും ഒപ്പമാകുന്നു സഹോദര. ദൈവം ഒന്നിനെയും വേർതിരിക്കുന്നില്ല, മനുഷ്യൻ എല്ലാത്തിനെയും വേർതിരിക്കുന്നു. മനുഷ്യൻ അപ്പത്തെ വേർതിരിക്കുന്നു, അപ്പം മനുഷ്യനെ വേർതിരിക്കുന്നു. എല്ലാവരും എല്ലാത്തിനെയും വേർതിരിക്കുന്നു. അപ്പത്തെ വേർതിരിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാവുന്നു. ഇതായിരിക്കും ആ വീട്. ഇതായിരിക്കും. അല്ല, ആ അങ്ങോട്ട് പോകരുത് കർത്താവേ. എന്തിനീ പരീക്ഷണം? ഗബ്രിയേൽ മാലാക കന്യാമറിയത്തോട് അരുളി ചെയ്ത പോലെ സഹോദര, ലോകത്തെ ഏറ്റവും ഭാഗ്യപ്പെട്ട ഭർത്താക്കന്മാരിൽ ഒരാളാകാൻ പോകുന്നു അങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടോ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയടോ. ഞാൻ അങ്ങയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ മാതാവ് അരുൾ ചെയ്തു, അങ്ങൊരു പിതാവാകാൻ പോകുന്നു. ഭർത്താവിന്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയെ ആശ്വസിപ്പിച്ചാലും പ്രത്യാശയോടിത ഭക്തരെങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ് ഓർക്കുന്തോറും രമ്യം. എന്താ ഗോപു നേരത്തെ വന്നേ? ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല, നിനക്കറിയില്ലേ? ഉച്ച സമയത്ത് ഓടാൻ പാടില്ല. ദേ, തമാശ വേണ്ട. ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നീ വേഗം റെഡിയാ. അയ്യോ, ഗോപന് സുഖമില്ലേ? ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ദേ, എന്റെ തങ്കക്കുട്ടനെ 5 സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കണം. ഇതാണോ കാര്യം? അതിന് ഇനി സമയമുണ്ട്. സംഗതി എനിക്കില്ല, രേവുന. ആ ദൈവസഹായം പറ്റിച്ച പണിയാ. അയാൾ ചെന്നത് അപ്പുറത്താ. കൊടുത്തയച്ച ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും മുഴുവൻ ആ പങ്കി വല്യം ഒറ്റ അടിക്ക് വിഴുങ്ങി. ബാലേട്ട് കൊടുത്തയച്ചാണെന്നാ കരുതിയത്. എന്റെ മോഹം മാടിയത്? ഏയ്, ഒന്നുമില്ല. അല്ലെങ്കിലും അതാ അതിന്റെ ശരി. ദേവുല്ല ആദ്യം ജനിച്ചത്. നീ വാ.